ഹലോ, എൻ്റെ പേര് ദേവൻ. ഇതിൻ്റെ ചാനൽ ടീനോട്ട് വെൽക്കം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്നാണ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പുതിയ പ്രൊഡക്റ്റ് ഒന്നും അല്ല, ഒരു പഴയ പ്രൊഡക്റ്റാണ്, ചെറിയ പ്രൊഡക്റ്റാണ്. നമ്മളെ ബോട്ടിൻ്റെ നിർവാന അയോൺ ANC. ഇപ്പം ഇറങ്ങിയ പ്രൊഡക്റ്റ് ഒന്നും അല്ല, 2 വർഷം പഴക്കമുണ്ട് സാധനം. എന്നാൽ പോലും എനിക്ക് അൺബോക്സ് ചെയ്യണമെന്ന് റിവ്യൂ അടിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് അങ്ങനെ റിവ്യൂ അടിക്കാൻ വേണ്ടി ചെയ്തതാണ് ബോട്ട് നിർവാന അയോൺ ANC. യൂട്യൂബിൽ മൊത്തം നോക്കിയ സമയത്ത് 2000 രൂപ അണ്ടറിൽ വരുന്ന നല്ലൊരു ഇയർബഡ് വേണമെന്ന് നോക്കിയ സമയത്ത് കാണിച്ചൊരു ഓപ്ഷനാണ് ഇത്. അതുകൊണ്ടാണ് ഈ സാധനം വാങ്ങിച്ചത്. റിവ്യൂ എന്ന് പറയുന്നതിന് പകരം ഇപ്പോഴും ഇത് വാങ്ങിക്കാൻ വർത്താണോ എന്നും കൂടെ എന്നുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോഴും നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇത് വർത്താണോ എന്ന് നോക്കാം. അതായിട്ട് കൊണ്ടെത്തിയാൽ മതി. അൺബോക്സിങ് റിവ്യൂ വീഡിയോ ആയിട്ട് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ പോലും അങ്ങനെ നോക്കിയാൽ മതി. അപ്പം പെട്ടേക്ക തോന്നുന്നു സാധനമൊക്കെ കേട്ട് നോക്കി. സാധനം ഡെയിലി പോണ്ട്. വാങ്ങിച്ചത് ബ്ലാക്ക് കളറാണ്. അപ്പം പെട്ടിയിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടിയിനകത്ത് ബഡ്സ് ഇവിടെയാണ് ബഡ്സ് അതിലവിടെയാണ് ഒരു കവർ, പിന്നെ 2 ബോക്സ്, 2 പെട്ടിയുണ്ട്. 2 പെട്ടി, പിന്നെ ഈ ഒരു ബഡ്സ് ഇരുന്നതിൻ്റെ പിറകിലായിട്ട്, ഈ ബഡ്സ് ഇരിക്കുന്നതിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയൊരു പെട്ടിയും കൂടെ ഉണ്ട്. അപ്പം അതിലാണ് നമ്മളെ യൂസർ മാനുവൽ വരുന്നത്. യൂസർ മാനുവൽ, വാറന്റി കാർഡ്, അങ്ങനെ ചെപ്പ് ചവർ, അതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ 2 പെട്ടിയിനകത്ത്, ഈ കുഞ്ഞ് പെട്ടിയിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇയർ ടിപ്സ് 2 സൈസാണ് ഉള്ളത്. ഒരു പേരേ ഉള്ളൂ, ഒരു പേര് വെച്ച് 2 സൈസ്, സ്മോളും ലാർജും. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് നമ്മളെ ചാർജിങ് കേബിളാണ്. USB to Type C ആണ് കേബിള്. ഉണ്ട്, USB to Type C കേബിളാണ്. അതൊന്നുമില്ല. പിന്നെ ഉള്ളത് നമ്മളെ ബഡ്സ്. ടെസ്റ്റ് ചെയ്ത് നോക്കി, പൊളി. അത്ര ഞാൻ പറഞ്ഞു. ഈ ഒരു ഇതിനെ ബഡ്സ് വെച്ച് നോക്കണമെങ്കിൽ ഇത് നല്ലൊരു ബെറ്ററാണ്. കാരണം ഇതിൻ്റെ അകത്ത് വേണം പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ്, ബോട്ടിൻ്റെ സിഗ്നേച്ചർ ഓഡിയോ, 32 decibel ANC, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 60 ms ലോ ലേറ്റൻസി ബീസ്റ്റ് മോഡ്. അത് പിന്നെ എല്ലാത്തിലും ഉണ്ട്. എന്നാൽ പോലും 60 ms ഉള്ളൂ, 60 മില്ലി ഉള്ളൂ. ഗെയിമിങ്ങിന് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഗെയിമും കളിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്ത് ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് 60 ms ഉള്ളൂ. അപ്പം ചെറിയൊരു ലാഗ് കാണാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ വലിയ ലാഗ് വരുമെന്നല്ല പറയണത്, ചെറിയ ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ പാട്ട് കേൾക്കാനൊക്കെ ആണെങ്കിൽ ഇത് സെറ്റ് സാധനമാണ്. കാരണം ഇതിനകത്ത് ഇനിയും ഡിറ്റക്ഷൻ വരുന്നുണ്ട്. എന്നുവെച്ചാൽ പാട്ട് കേട്ടിട്ട് നമ്മളിപ്പം പാട്ട് കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ സമയത്ത് വല്ലതും കേൾക്കാൻ വേണ്ടി നമ്മൾ ഊരെന്ന് വിചാരിച്ചോ, പാട്ട് ഓഫ് ആവും. ഉപയോഗിച്ചിടത്തോളം ഏകദേശം 100-ൽ ഒരു 70% വർക്ക് ചെയ്യുന്നുണ്ട്. മുഴുവൻ പ്രാവശ്യം എനിക്ക് വർക്ക് ആവണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും വർക്ക് ചെയ്യുന്നുണ്ട് സാധനം. ഇല്ലെന്നല്ല, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 70-80% അത്രയ്ക്ക് വർക്ക് ചെയ്യുന്നുള്ളൂ. അത്രയ്ക്ക് ആക്യുറേറ്റ് ആണെന്നല്ല പറഞ്ഞാൽ. ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് ഒക്കെ കൊള്ളാം. അതിൽ ടച്ച് കൺട്രോൾസ് ഒക്കെ കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. പെട്ടിയിൽ ഇവര് പറയണതെന്ന് പറഞ്ഞാൽ 120 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം എന്നാണ് പറയണത്. ANC ഇല്ലാതെ. ANC ഉള്ള സമയത്ത് അത് കുറയും. എന്നാൽ പോലും 120 മണിക്കൂറത്തെ പ്ലേ ബാക്ക് ടൈമാണ് പറയണത്. ഉപയോഗിച്ചിടത്തോളം നല്ലൊരു ഇതുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഒരു 2 ദിവസമായി. എന്നാൽ പോലും ഇത് ഞാൻ സിനിമ ഇരുന്ന് കണ്ട്, പാട്ടിരുന്ന് കേട്ട് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഞാൻ സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. 50% വോളിയമാണ് ഞാൻ കേട്ടത്. എന്നിട്ട് പോലും ചാർജ് ഇറങ്ങിയില്ല. വേറെ കാര്യം, ചാർജ് ഇറങ്ങിയില്ല. അതിന് ബഡ്സിൻ്റെ അകത്തുനിന്ന്, കേസല്ല, ബഡ്സിൻ്റെ അകത്തുനിന്ന് ചാർജ് ഇറങ്ങിയിട്ടില്ല. അതിന് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ബഡ്സിൻ്റെ അകത്തുനിന്ന് ചാർജ് ഇറങ്ങിയിട്ടില്ല. ഇതുവരെ ഇത് ഫുള്ളാണ്, ഇത് മൊത്തം ഫുള്ളാണ്. എന്ന് വെച്ചാൽ 2 ബഡ്സും കേസും ഉൾപ്പെടെ 100% ഫുള്ളാണ് കാണിച്ചിരിക്കുന്നത്. അതിനോട് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആപ്പാണ് ബോട്ട് ഹിയറബിൾസ്. അതുവഴി നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നോക്കിയ സമയത്ത് ഇതിൻ്റെ അകത്ത് ഫാസ്റ്റ് പെയറിംഗ് ഇല്ലെന്നാണ് പറഞ്ഞത്. ഫാസ്റ്റ് പെയറിംഗ് ഇല്ല. ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയർ ഉണ്ടല്ലോ, അതില്ല. പക്ഷെ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ കറക്റ്റ് ആ ടൈമിന് തന്നെ സാധനം ഫസ്റ്റ് ടൈം പെയറിംഗ് വന്ന സമയത്ത് ഗൂഗിളിൻ്റെ മറ്റേ ഫാസ്റ്റ് പെയറിംഗ് ഇല്ല, അത് നമുക്ക് വന്നായിരുന്നു. പക്ഷെ അതിനുശേഷം വന്നിട്ടില്ല. എന്നാൽ പോലും വർക്കിംഗ് ആണ്. ഫാസ്റ്റ് പെയറിംഗ് വേണമെന്നൊന്നുമില്ല. അതുപോലെ
സാധനം പൊളിയാണ്. ഇതിൽ ഞാൻ കണ്ടിടത്തോളം വലിയ പ്രശ്നമൊന്നും തന്നെ കാണുന്നില്ല. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി, കേസല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, പക്ഷേ ബഡ്സിൻ്റെ ക്വാളിറ്റി ഇത്തിരി ഒരിതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്തിരി പ്ലാസ്റ്റിക്, നല്ല പ്ലാസ്റ്റിക് ആണ്, എന്നാൽ പോലും നല്ലൊരു പ്ലാസ്റ്റിക്, ഒരു ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൻ്റെ ഫീൽ വരുന്നുണ്ട്. വയ്ക്കപ്പെടുന്ന പ്രശ്നമില്ല, ഒരു കൈ പിടിക്കുന്ന സമയത്ത് അത് തോന്നുന്നുണ്ട് നല്ലൊരു ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൻ്റെ സാധനമായിട്ട് തോന്നുന്നുണ്ട്, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ എൻ്റെ അകത്ത് വരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്, 5.3 അല്ല. 5.3 അല്ല. പിന്നെ ഉള്ളത് ആപ്പ് സപ്പോർട്ടുണ്ട്. പിന്നെ സാധനം ചെറിയ കേസല്ല, എപ്പോഴും പറയാം, ചെറിയ കേസല്ല, അത്യാവശ്യം വലിയ കേസാണ്. വെച്ചാൽ എൻ്റെ കൈ പിടിക്കുന്ന സമയത്ത്, എൻ്റെ കൈ ചെറുതാണ് എന്നാൽ പോലും പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം കയ്യിൽ ഒതുങ്ങിക്കുന്നുണ്ട്, എന്നാൽ പോലും വലുതാണ്. പോക്കറ്റിൽ ഇടാൻ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ വലുതാണ്, ചെറുതല്ല, അത്യാവശ്യം വലുതാണെന്നേ പറയുള്ളൂ, അതൊക്കെ ഞാൻ പറയുള്ളൂ. പിന്നെ ഇയർബഡ്സിൽ 4 മൈക്ക് വരുന്നുണ്ട്, എന്ന് വെച്ചാൽ 2 വെച്ചിട്ട് 4 മൈക്ക് വരുന്നുണ്ട്. ENX ടെക്നോളജി എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അതിനോട് ഞാൻ മൈക്ക് ടെസ്റ്റ് ചെയ്തില്ല, എന്നാൽ പോലും മൈക്ക് നല്ല ക്വാളിറ്റി പറയുന്നുണ്ട്, നോക്കണം. പിന്നെ 2 EQ മോഡ് വരുന്നുണ്ട്. നമുക്ക് ആപ്പിൽ തന്നെ ഈ ബട്ടൺസിന്റെ ഈ ടച്ച് ഉണ്ടല്ലോ, ടച്ച് കൺട്രോൾസിന്റെ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇൻബിൽഡ് വരുന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ ടാപ്പ് പൗസും, എന്ന് വെച്ചാൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നില് സിംഗിൾ ടാപ്പ് പൗസും ഡബിൾ ടാപ്പ് പ്രീവിയസ്. ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്താന്ന് വെച്ചാൽ നമ്മളെ റൈറ്റ് ഇയർബഡ്സിൽ ഡബിൾ ടാപ്പ് ചെയ്ത നെക്സ്റ്റ് ലെഫ്റ്റിൽ ചെയ്ത പ്രീവിയസ്, ട്രിപ്പിൾ ടാപ്പ് ചെയ്ത രണ്ടിലും കിടന്നത് ഇതാണ് ബീസ്റ്റ് മോഡ്, എന്നുവെച്ചാൽ ഗെയിമിങ്ങിനായിട്ടുള്ളത് ബീസ്റ്റ് മോഡ്, അതാണ് കിടന്നത്. അല്ലാതെ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്യുവൽ EQ മോഡ് വരുന്നുണ്ട്. ഞാൻ അത് കോൺഫിഗർ ഇപ്പോൾ ഇത് നമുക്ക് സിഗ്നേച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്യുവൽ EQ മോഡ് എന്ന് വെച്ചാൽ ഇവര് ഇൻബിൽഡ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബാലൻസ് മോഡാണ്. ഇത് നമുക്ക് ബേസിലോട്ടാക്കാം. പക്ഷേ ബേസ് വയ്ക്കുന്ന സമയത്ത് സൂപ്പറാണ്. കാരണം ഈ ബേസ് ഇഷ്ടം ഉള്ള ആൾക്കാർക്ക് ആ EQ മോഡ് മാറ്റിയതിന് ശേഷം ഡ്യുവൽ ബേസ് ഉള്ള അത് ഇടുന്നതായിരിക്കും, അല്ല ഡ്യുവൽ ബേസ് അല്ല, ബേസ് ഉള്ള EQ മോഡ് ഇടുന്നതായിരിക്കും നല്ലത്. അത് ഒറ്റ ടാപ്പ് മതി, അത് നമുക്ക് ആപ്പിൽ തന്നെ ചെയ്യാം, അല്ലാതെ ഒന്നും ചെയ്യാം. ആപ്പൊക്കെ നല്ല അങ്ങനെ വരുന്നുണ്ട്, അത്ര തന്നെ. 3 മോഡ് വരുന്നുണ്ട്, സാധാ ആംബിയൻ മോഡ്, ANC മോഡ്. ആംബിയൻ മോഡ് കുഴപ്പമില്ല, ANC മോഡ് അത്യാവശ്യം കൊള്ളാം. പക്ഷേ ഈ ബഡ്ജറ്റിൽ കാണിച്ചാണെങ്കിൽ നോക്കാം. എന്നുവെച്ചാൽ ANC കറക്റ്റ് വർക്കാണെന്ന് നല്ല ഞാൻ പറയാം. ഇപ്പം ഞാൻ ഫാനിൻ്റെ മൂട്ടിലോ വല്ല ഇരിക്കണമെന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ANC നല്ലതേ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലതേ നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്, കറക്റ്റാണെന്നല്ല പറയണം. ഞാൻ ഇത് വെച്ചേക്കെന്ന് വിചാരിച്ചു. ANC വർക്കാണെങ്കിൽ ഇതിൻ്റെ മൈക്ക് വെച്ചിട്ട് എന്തൊക്കെ പരിപാടി എന്ന് വെച്ചാൽ മൈക്കിൽ നിന്ന് സൗണ്ട് ഇതാക്കിയിട്ട് അതിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കേട്ടപ്പറ്റി ഇതിൻ്റെ ഇത് വരുന്നത്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫാനിൻ്റെ മൂട്ടി ഇരിക്കണമെങ്കിൽ വലിയ പ്രശ്നം കാണുന്നില്ല. അപ്പം ദൂരം വല്ലതും കേൾക്കണമെന്ന് വിചാരിച്ചു, ചെറിയ സൗണ്ടിൽ ദൂരം വല്ലതും കേൾക്കണമെന്ന് വിചാരിച്ചു, നമ്മൾ ബഡ്സ് വെച്ചാൽ പോലും അത് കേൾക്കാൻ പറ്റും. ANC അപ്പോൾ വർക്കാവില്ല. പക്ഷെ നമ്മൾ തൊട്ടടുത്താണ് സ്പീക്കർ വല്ലതും ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ ANC വർക്കാവുന്നുണ്ട്. പിന്നെ വയ്ക്കാനുള്ള കംഫർട്ടബിലിറ്റി നല്ല കംഫർട്ടാണ്. ഞാൻ ഇപ്പം മീഡിയം ആക്കിയിട്ട് സ്മോളാണ് ഇട്ടേക്കുന്നത്, ബഡ്സിൻ്റെ സൈസ് സ്മോളാണ് ഇട്ടേക്കുന്നത്, നല്ല കംഫർട്ടാണ്. ടച്ച് കൺട്രോൾസ് ഒക്കെ നല്ല വർക്കാവുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല, ഇളകി പോകുന്ന എനിക്ക് തോന്നുന്നില്ല, നല്ല വേറെ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. പക്ഷേ ഇപ്പോൾ പറയുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ 2025 ഈ സാധനം വർക്ക് ബൈങ് ആണോ എന്നാണ്. എൻ്റെ ഒരു ഇതിൽ ആണ്. ഇപ്പം ഇതിന് ശേഷം എത്രയോ ബഡ്സ് ഇറങ്ങി, ഇതിൽ നിന്ന് നല്ല ബഡ്സ് ഉണ്ട്, എന്നാൽ പോലും ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പോഴും ഇത് നല്ലൊരു ഇയർബഡ്സ് തന്നെയാണ്. ഓഫറിനാണെങ്കിൽ വാങ്ങിച്ചോ, ഞാൻ വാങ്ങിച്ചപ്പോൾ 1800 ഓഫർ. പ്രൈസ് കൂടിയും കുറഞ്ഞിരിക്കും, ചിലപ്പോൾ 2000, ചിലപ്പോൾ 1800, ഏറ്റവും കൂടുതൽ കുറഞ്ഞിട്ടുള്ളത് 1750 1750. അതിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല ബില്യൺ ഡേയ്സോ ഫ്ലിപ്കാർട്ടിലെ സെയിലോ വല്ലതും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. പിന്നെ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പ് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഇൻ്റർഫേസ് ആണ്, എല്ലാ കാര്യവും ഉണ്ട്. നമ്മളെ ഹിയറിംഗ് ടെസ്റ്റ് ഉണ്ടല്ലോ, ഹിയറിംഗ് ആയിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. അതിൻ്റെ ടെസ്റ്റ് എന്തൊക്കെ ഉണ്ട്, ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് ഓരോ ബട്ടണ്, ഓരോരോ സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്ന് വെച്ചാൽ, ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഓരോരോ ബട്ടണിന് എന്തൊക്കെ കോൺഫിഗർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും എടുത്തിട്ടുണ്ട്. ബാറ്ററി അറിയാൻ പറ്റുന്നുണ്ട്, കേസിൻ്റെയും ബഡ്സിൻ്റെയും ബാറ്ററി അറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ആപ്പിൽ വരുന്നത്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ സെറ്റ് സാധനം കൊള്ളാം. ഈ പ്രൈസിന് ഇപ്പോഴും വാങ്ങിക്കാം. ഇപ്പോഴും 2025 2 വർഷത്തിന് ശേഷം 2023 ഇറങ്ങിയ സാധനമാണ്. ഇപ്പോഴും ഇത് വർക്ക് ബൈങ് ആണ്.
അപ്പോൾ പറയും, ഞാൻ എപ്പോഴും പറയും ഇത് ഇപ്പോഴും വർത്ത് ബൈങ് ആണ്. ചുമ്മാ പറയണം, ഈ സാധനം ഇപ്പോഴും വർത്ത് ബൈങ് ആണ്. ഞാൻ വാങ്ങിച്ച ബ്ലാക്ക് കളറാണ്, പക്ഷെ ഇത് ബ്ലാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല, ഒരു ഗ്രേ കളറിനെ പറയാൻ പറ്റുള്ളൂ. അത് ഗ്രേ കളർ ഞാൻ കണ്ടാണ് കൊടുത്തിരുന്നത്, പക്ഷെ ബ്ലാക്ക് ആയിട്ട് തോന്നിയത്. പക്ഷെ ഇത് കൈ വന്ന സമയത്ത് ഇത് സാധനം ഗ്രേ കളറാണ്, ബ്ലാക്ക് അല്ല, ഗ്രേ കളറാണ്. എന്നുവെച്ചാൽ ഗ്രേ ആണ്. ഏത് കളർ ഇത് കൊടുത്തേക്കണ എന്തെങ്കിലും ആയിട്ട്, ഞാൻ ഗ്രേ കളറാണ്. അപ്പം നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോ, ഉറപ്പാണ് ഈ സാധനം പൊളിയാണ്. ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. നല്ല ക്വാളിറ്റിയാണ് സാധനം. ഈ പ്രൈസിൽ 2000 അണ്ടറിൽ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ബോട്ടിൻ്റെ നിർവാന അയോൺ ANC. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.